ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സെന്റർ ഫോർ മ്യൂസിക് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനാഘോഷം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് KT ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീചക്ര വിദ്യാർത്ഥികളും ഗായകരും അവതരിപ്പിച്ച സംഗീത പരിപാടി ശ്രദ്ധേയമായി. സെന്റർ ഫോർ മ്യൂസിക് സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനം ആഘോഷിച്ചു. അഡ്വക്കേറ്റ് KT ശ്രീനിവാസൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കാവുംവട്ടം വാസുദേവൻ, ഡോക്ടർ ലാൽ രഞ്ജിത്ത്, മുരളീധരൻ നമ്പീശൻ, സുരേഷ് പന്തരായിനി, റനീഷ് അത്തോളി, ബാലകൃഷ്ണൻ, വിജിത്ത് എന്നിവർ സംസാരിച്ചു. ഒരുപാട് ദിനങ്ങളുണ്ട്. എല്ലാത്തിനും ദിനമാണ്. മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, പ്രകൃതിക്ക് ഒരു ദിനം, പരിസ്ഥിതിക്ക് വേറൊരു ദിനം, ഇങ്ങനെ നിരവധി ദിനങ്ങൾ രാജ്യത്തെമ്പാടും ഇത്തരത്തിലുള്ള സത്കർമ്മങ്ങളെ പരിപോഷിപ്പിക്കാനുള്ള ആവശ്യത്തിലേക്കായി ലോക ജനത കൊണ്ടാടാറുണ്ട്. പലപ്പോഴും ആ ദിനത്തിന്റെ പ്രാധാന്യത്തിൽ ആ ദിനത്തിന് മാത്രമുള്ള ഒരു ഓർമ്മയായിട്ട് അത് ചുരുങ്ങിപ്പോകാറുമുണ്ട്. സംഗീതം എന്ന് പറയുന്നത് വളരെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരു കലയാണ്. കലയിൽ തന്നെ ഏറ്റവും സുഹൃത കല എന്നാണ് സംഗീതത്തെ പറ്റി പറയുന്നത്. തുടർന്ന് ശ്രീചക്ര വിദ്യാർത്ഥികളും ഗായകരും സംഗീത പരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ മലാപ്പറമ്പ് യൂണിറ്റ് ലോക സംഗീത ദിനാഘോഷം സംഘടിപ്പിച്ചു. മലാപ്പറമ്പ് AUP സ്കൂളിൽ നടന്ന പരിപാടിയിൽ മുതിർന്ന സംഗീത കലാകാരന്മാരെ ആദരിച്ചു. ഗാനമേളയും മഹഫിലും അരങ്ങേറി. നന്മ സംഘടിപ്പിച്ച ലോക സംഗീത ദിനാചരണ പരിപാടിയിൽ മുതിർന്ന കലാകാരന്മാരായ കീബോർഡ് ആർട്ടിസ്റ്റ് മോഹൻദാസ്, ഗായിക സുനീതി, സംഗീത അധ്യാപകൻ പ്രദീപ് കുമാർ എന്നിവരെ ആദരിച്ചു. നന്മ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് വിജയ് ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം TK വേണു, മേഖലാ പ്രസിഡന്റ് MC സന്തോഷ് കുമാർ, മേഖലാ സെക്രട്ടറി മുരളീധരൻ പറയഞ്ചേരി, യൂണിറ്റ് സെക്രട്ടറി സുഗതൻ മലാപ്പറമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ 20ഓളം ഗായകന്മാർ അണിനിരന്ന മഹഫിലും കരോക്കെ ഗാനമേളയും ഏകാഭിനയവും നടന്നു. ന്യൂസ് ബ്യൂറോ. കേരളത്തിലെ ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭകരുടെയും ജീവനക്കാരുടെയും